ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ബ്രോക്കർ ഞാൻ പരിചയപ്പെടുന്നതാണ്. കൊഡാക് നിയോ എന്നുള്ളൊരു ബ്രോക്കറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ ട്രേഡ്സ് എല്ലാം കൊഡാക് നിയോയിലാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബ്രോക്കർ ചാർജ് വളരെ കുറവാണ്. ഓക്കെ, അതായത് ഞാൻ കാണിക്കാം. നമുക്ക് പെർ ഓർഡറിന് 10 റുപ്പീസ് ആകത്തുള്ളൂ കേട്ടോ. മറ്റ് അപ്സ്റ്റോക്കും സിറോദയും ഫയേഴ്സും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പെർ ഓർഡറിന് 20 രൂപ വെച്ചാവും. അപ്പോൾ നമ്മൾ ഒരു ഓർഡർ എടുത്ത് ബൈ ചെയ്ത് സെല്ല് ചെയ്യുന്നതിന് നമുക്ക് ടോട്ടൽ 40 രൂപ ബ്രോക്കറേജ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാറാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഏകദേശം 50% ഞാൻ ചാർജസ് ആയിട്ട് തന്നെ, അതായത് ടോട്ടൽ STT ചാർജസും GSTയും സെബി ചാർജസും ബ്രോക്കറും എല്ലാം കൂടെ ഉൾപ്പെടെ ഏകദേശം 50% തന്നെ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെജോറിറ്റി STT ചാർജസും ബ്രോക്കറേജുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെർ ഡേ ഞാൻ ഏകദേശം ഒരു 10 to 20 ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ബ്രോക്കറേജ് തന്നെ ആകുന്നുണ്ട്. അപ്പം ഇൻ കേസ് അത് ലോസ് ആണെങ്കിലും നമ്മൾ അഡീഷണൽ നമ്മുടെ ലോസ് പ്ലസ് ബ്രോക്കറേജാണ് പോകുന്നത്. ഓക്കെ, ബാക്കി STTയിലും സെബി ചാർജസിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഫിക്സഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ബ്രോക്കർ ചാർജസ് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ, അതായത് ഒരുപാട് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിവതും ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മാറുക. കാരണം ഇതിനകത്ത് സീറോ ബ്രോക്കറേജ് അവൈലബിൾ ആണ്, പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നല്ല രീതിയിൽ ലാഗിങ് ഉണ്ട്. അപ്പോൾ കാരണം അവർക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ഇൻകം ബ്രോക്കറിൽ നിന്ന് ഇൻകം ഇല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോം അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അവർക്കുള്ള യൂസേഴ്സൊക്കെ വന്ന് നല്ല രീതിയിൽ യൂസേഴ്സ് ആയി കഴിയുമ്പം അവർ വീണ്ടും എന്താവും, അവരും ഈ ഓർഡേഴ്സിന് ചാർജസ് വാങ്ങും. ഇപ്പം അവർ ചാർജസ് വാങ്ങാത്തതിൻ്റെ കാര്യം അവർക്ക് അതിന് അത്ര യൂസേഴ്സ് ഇല്ല. അപ്പം സീറോ ബ്രോക്കറേജ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ വരും. അപ്പം ഈ കൊഡാക് നിയോയിൽ പെർ ഓർഡറിന് 10 റുപ്പീസാണ്. അപ്പം ഞാനിത് 2 ആഴ്ചയോളം ഉപയോഗിച്ചു. എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. കറക്റ്റാണ്, ഓർഡേഴ്സ് എല്ലാം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് ടൈം സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ലാഗും കാര്യങ്ങളും ഇല്ല. മൊബൈലും ഉപയോഗിച്ചു, അതുപോലെ തന്നെ വെബും ഉപയോഗിച്ചു, നോ പ്രോബ്ലം. എൻ്റെ ഫ്രണ്ട് ഇതൊരു 2-3 മാസമായിട്ട് ഉപയോഗിക്കുന്നു. അവരോട് ചോദിച്ചപ്പോഴും ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ റിവ്യൂ എല്ലാം നോക്കി, ആർക്കും ഒരു പരാതിയില്ല. നേരത്തെ കുറച്ച് ലാഗും കാര്യങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായെന്ന് പറയുന്നത്, പക്ഷേ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 3 പ്ലാനാണ്. ട്രേഡ് ഫ്രീ പ്ലാൻ. ഇത് 30 വയസ്സ് താഴെയാണെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ, നമുക്ക് സിങ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിനകത്ത് സീറോ ബ്രോക്കറേജ് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷേ FNOയിൽ 10 രൂപ തന്നെയാണ്. ഓക്കെ, പിന്നെ വേറൊരു പ്ലാനുള്ളത് ട്രേഡ് ഫ്രീ പ്ലാനാണ്. അത് എബോവ് 30 ഇയേഴ്സ് ഉള്ളവർക്കാണ്. അതിനകത്ത് പെർ ഓർഡർ അത് 10 രൂപ തന്നെയാണ്. സിങ് ട്രേഡിങ്ങിനാണെങ്കിലും FNOയിലാണെങ്കിലും. ബാക്കിയൊക്കെ സെയിം ആസ് അപ്സ്റ്റോക്കാണ്. അപ്സ്റ്റോക്കും സിറോദ പോലെ തന്നെ. പക്ഷേ ഇതിനകത്ത് ഫസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് 30 ഡേയ്സിലേക്ക് സ്റ്റോക്ക് ഡെലിവറിക്ക് ചാർജസ് ഇല്ല. പിന്നെ ഉള്ളത് ട്രേഡ് ഫ്രീ പ്രോ പ്ലാനാണ്. പക്ഷേ ഇതിന് ചെറിയ ചാർജസ് എനിക്ക് തോന്നുന്നു അക്കൗണ്ട് ഓപ്പണിങ് ചെറിയ ചാർജസ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഉണ്ട് മന്ത്ലി 250 രൂപ വെച്ച്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ അല്ലെങ്കിൽ അതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിൽ പ്രോ ആണെങ്കിൽ ഇതെടുക്കാം. ഓക്കെ, പക്ഷേ അത് അപ്പ് സ്റ്റോക്ക് ചെയ്യുന്നതിനും ഇതേ മാർജിൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇതിനോട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട്. ഓക്കെ, ഐ വോണ്ട് റെക്കമെൻഡ് ദിസ്. ബട്ട് എല്ലാവർക്കും പറ്റിയൊരു പ്ലാനാണ് ട്രേഡ് ഫ്രീ പ്ലാന്. അല്ലെങ്കിൽ നിങ്ങൾ 30 വയസ്സ് താഴെയാണെങ്കിൽ ട്രേഡ് ഫ്രീ യൂത്ത് പ്ലാൻ എടുക്കുക. അതാകുമ്പോൾ FNOയിൽ, കാരണം മെയിനായിട്ട് എല്ലാവരും ഓപ്ഷൻസ് വായിക്കും ചെയ്യുന്നത്, 10 രൂപ വെച്ച് ആകത്തുള്ളൂ. ഓക്കെ, ഇനി സിങ് ട്രേഡിംഗ് ആണെങ്കിൽ ഈ ഒരു ഇത് എടുക്കുക. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് സീറോ ബ്രോക്കറേജ് ആണ്. 30 വയസ്സ് താഴെയുള്ളവർ ചെയ്യുവാണെങ്കിൽ സിങ് ട്രേഡിംഗ് എത്ര ചെയ്താലും നിങ്ങൾക്ക് അല്ലെങ്കിൽ പെർ ഓർഡറിന് സീറോദ അപ്സ്റ്റോക്കിലൊക്കെ 20 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്, ഞാൻ പിന്നീടാണ് അത് മനസ്സിലാക്കിയത്. കാരണം പെട്ടെന്ന് നമ്മൾ പരസ്യമൊക്കെ നോക്കുമ്പോൾ ഇവർ 40 രൂപ ബ്രോക്കർ, നമ്മളൊരു ഓർഡർ ബൈ ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുമ്പോൾ 20 രൂപ വെച്ച് കൊടുക്കണം. പ്ലസ് ഈ 40 രൂപയുടെ GSTയും കൂടെ നമ്മൾ കൊടുക്കണം, അതായത് 18%. അങ്ങനെ ആകുമ്പം നമ്മൾ കാൽക്കുലേറ്റർ മതി, അതായത് 40 രൂപ പ്ലസ് 18% GST കൂടെ നോക്കുമ്പോൾ ഏകദേശം 47 രൂപയോളം നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പം നമ്മൾ അതായത് അഡീഷണൽ ഒരു 7 റുപ്പീസും കൂടെ ഏകദേശം പോകുന്നുണ്ട്. പിന്നെ പക്ഷേ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഞാൻ ഗൂഗിളിൽ ഇത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ ബൈയിങ്ങും സെല്ലിങ്ങും കൂടെ നമ്മൾ ബ്രോക്കറേജ് കൊടുക്കുമ്പോൾ അതിന് ഒരു ചെറിയ GST വരുന്നുണ്ട്. ഓക്കെ,
പക്ഷേ കൊടാക് നിയോയിലാണെങ്കിൽ നമ്മൾ ഈ 40 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ബൈയിങ് സെല്ലിങ് നടക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 20 രൂപ ആകത്തുള്ളൂ. ഇവിടെ കിട്ടിയ നമ്മൾ ബൈ ചെയ്യുമ്പോൾ 10 രൂപ അടയ്ക്കണം, സെല്ല് ചെയ്യുമ്പോഴും 10 രൂപ, ടോട്ടൽ അങ്ങനെ 20 രൂപ പ്ലസ് അതിൻ്റെ കൂടെ ചെറിയ ചെയ്ത്, അപ്പോൾ 3 രൂപയും കണ്ട് അഡീഷണൽ പോകത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ അഡീഷണൽ 7 രൂപീസോളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കാരണം നിങ്ങൾ ബ്രോക്കറേജ് ചാർജ് എടുത്ത് നോക്കുക. നമ്മളൊരു വർഷത്തേക്ക് ട്രേഡ് എടുക്കുമ്പോൾ നല്ലൊരു എമൗണ്ടാണ് കൊടുക്കുന്നത്. കാരണം ബ്രോക്കറിന് നമ്മൾ പൈസ കൊടുക്കണം, കാരണം എങ്കിലും അവരുടെ ഒരു പ്ലാറ്റ്ഫോം മാക്സിമം ഫെസിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ കൂടുതൽ ട്രേഡ്സ് ചെയ്യുന്നവർക്ക് അത് നല്ലതാണെന്ന് വെച്ചാൽ ഐ വോണ്ട് റെക്കമെൻഡ് ദാറ്റ്. കാരണം എനിക്കറിയാം പെർ ഡേ 100 120 ഓർഡേഴ്സൊക്കെ സ്കാൽപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഒരു നല്ലൊരു എമൗണ്ട് ബ്രോക്കറേജായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം ബ്രോക്കറേജ് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് പോകുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇത് ഓപ്പൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ബ്രോക്കറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, കാരണം എല്ലാ ബ്രോക്കറും നല്ലതാണ്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് ഫയേഴ്സാണ്. ഫയേഴ്സ് നല്ല സ്മൂത്താണ്, എല്ലാവിധ ഫെസിലിറ്റീസും കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഫയേഴ്സ് 2-3 വർഷമായിട്ട് ഉപയോഗിച്ചത്. ബട്ട് ഇതിലോട്ട് മാറിയപ്പോൾ എനിക്ക് ബ്രോക്കർ ചാർജ് കുറഞ്ഞു എന്നേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഫയേഴ്സിൻ്റെ അത്രയും ഫീച്ചേഴ്സ് ഇതിനകത്തില്ല. ഓക്കെ, ബട്ട് എനിക്ക് എന്തായാലും പൈസ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു നമ്മളുണ്ടാക്കുന്നതിന് 50% പ്രോഫിറ്റിൽ നിന്ന് തന്നെ നമ്മൾ 50% ചാർജസ് ആയിട്ട് അടയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല കാര്യമല്ല. ഓക്കെ, ട്രേഡിംഗ് ഈസ് എ നെഗറ്റീവ് സം ഓഫ് ഗെയിം. ഇപ്പോൾ ഇൻ കേസ് ലോസ് ആണെങ്കിൽ നമ്മുടെ ലോസ് പ്ലസ് ഈ ഇത്രയും എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ചെറിയ ഓർഡേഴ്സ്, അപ്പോൾ ഒരു ദിവസമൊക്കെ ഒരു 2-3 ട്രേഡൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിലവിലുള്ള അക്കൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതല്ല ഒരു ദിവസം തന്നെ 10, 15, 20 ട്രേഡ്സൊക്കെ സ്കാൽപ്പ് ചെയ്യുന്നവരാണെങ്കിൽ 0 ബ്രോക്കറേജിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ 10 രൂപ ഉള്ള കൊടാക് നിയോയിലോട്ട് മാറുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് ഞാൻ കാണിച്ച ഓവർവ്യൂ ഇതാണ്. മൊബൈലും ഒരു പ്രശ്നമില്ല. നിഫ്റ്റിയിലാണെങ്കിൽ ഇങ്ങനെ നിഫ്റ്റി ക്ലിക്ക് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ഓപ്ഷൻ ചേഞ്ച് വരും. ഇവിടെ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബൈയിങ് പ്രൈസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻട്രാഡേ കൊടുക്കാം. ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇതൊരു 3-4 മാസമായിട്ട് ഉപയോഗിക്കുന്നത്, അവർക്കൊരു പ്രശ്നമില്ല, ഒരു ലാഗും കാര്യമില്ല. ഞാനിത് 1 മാസമായിട്ടാണ് ഉപയോഗിക്കുന്നത്, എനിക്കും വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല, ഇതുവരെ ഒരു ലാഗോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം ബ്രോക്കറേജ് കുറവ് വേണ്ടവർ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഐ വിൽ റിപ്ലൈ ഫോർ ദാറ്റ്. ഓക്കെ, പിന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്കൊരു ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി. ഓക്കെ, താങ്ക് യു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.